പലരും എൻട്രിക്ക് വരുമ്പോൾ എനിക്ക് കാണും ഞാൻ കുറച്ച് ചെയ്യാൻ പറ്റിയതാണ്. ഉടനെ ഞാൻ വേറെ ആർക്കെങ്കിലും മാറ്റിയിട്ട് കൊടുക്കും. ഞാൻ തന്നെ കുറച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം അതിനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അവർക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും അവർക്ക് സമാധാനം കണ്ടോ. ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയുകയാണ്, സെക്കൻഡ് പറയുന്ന സൗകര്യം ഒരു ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പ്രധാനം ചെയ്തത് നമ്മുടെ ഉള്ളതല്ല ഒരു വന്ന് ആ പ്രയോഗം ചെയ്തത് ശരിയായില്ല. എന്നോട് പറയുകയാണ് എനിക്ക് വൈരാഗ്യവും വിദ്വേഷമാണ് അത് കഴിഞ്ഞപ്പോൾ വരണം. കേട്ടോ, ഞാനൊക്കെ മാറ്റിയിട്ട് ഇവിടെ മറ്റേ സൗകര്യങ്ങളൊക്കെ ഒന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവര് കുഞ്ഞു പോലെയായി സന്തോഷിച്ചു. വേണ്ട അപ്പൊ കൊടുക്കുന്ന അത് പോലെ ഇരിക്കും. നിങ്ങൾ സ്നേഹത്തിന് വനം കൊടുക്കുമ്പോൾ ഒരൊറ്റ ആത്മാവിനെ രക്ഷിക്കാണ്. നിങ്ങൾ ഒരാത്മാവിനെ രക്ഷിച്ചാലാ ആത്മാവിന് വില അറിയാമോ? മറ്റവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഇതുമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ദൈവം ഈ ആത്മാവിനെ പറ്റി വളരെയധികം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈശോ തന്നെ ഒരാത്മാവിന് വേണ്ടിയാണ് കേൾക്കുന്നത്. ലൂക്ക 15:7-10 വാക്യം. അതാണ് മത്തായി 9:11 വാക്യം പറയുന്നത്. ലൂക്ക 5:31-32, മത്തായി 21:31-32. ഈ ഒരാത്മാവിനും അത് യാക്കോബ് 5:19 നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയെന്ന് പറയുന്നത്. കൗൺസിൽ ചെയ്യാൻ നേരത്ത് ഒരു കൗൺസിലിന് ഇതിന് സ്നേഹത്തിന് വനം കൊടുത്തു കഴിയുമ്പോഴത്തേനവിടെ മാനസാന്തരവും. പലരും പറയും ഞങ്ങൾക്ക് പാവമില്ലെന്ന് പറയുന്നു, ഐ ആം ഓൾ റൈറ്റ് എന്ന് പറയുന്നു. 1 John 1:5-5 കൊടുക്കണം. രണ്ടാം പ്രാവശ്യം വായിച്ചു കൊടുക്കണം. പാവമില്ലെന്ന് പറയാൻ വ്യാജം പറയുന്നത്. അത് കേൾക്കുമ്പോൾ വചനമല്ലേ? അപ്പോഴും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ധൃതിയിട്ട് ഒരിക്കലും നോക്കിയാൽ വേണ്ട. കുറെ ചിലപ്പോൾ സമയം എടുക്കും. ചിലപ്പോൾ ഒരാളെ സാധിക്കുള്ളായിരിക്കും. ഒരാളെ സാധനപ്പെടുത്തുന്നത് കണ്ടോ. പിന്നെ ആ മരിക്കുന്നവരെ ആ മനുഷ്യൻ തോന്നുമോ? അയാൾ മാത്രമാണോ? അയാളും അയാളുടെ കുടുംബവും രക്ഷപ്രാപിച്ചു, ആത്മാവ് രക്ഷപ്രാപിച്ചു. ഈ അവസ്ഥയിലാണ് ദൈവം വിളിക്കുന്നത്. അപ്പൊ അതിനാണ് ദൈവം പ്രത്യേകമായിട്ട് ഈ തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മുടെ കൗൺസിലിങ്ങിനെ പറ്റി ഇഷ്ടംപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു കൗൺസിലിംഗ് ദിവസം നമ്മുടെ കൗൺസിലിംഗ് ചെയ്തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വർത്തമാനം പറയരുത്. കാരണം സാത്താൻ അവിടെ നോക്കിയിരിക്കും. സാത്താൻ പറഞ്ഞു കൊടുക്കും ഇവരോട്, നിന്റെ കാര്യമാണ് പറയണം. അതേമാതിരി യോഹന്നാൻ 8:14 നിങ്ങൾ അങ്ങോട്ട് പോയി വേറെ ഒരു കാര്യം കഴിക്കാൻ പറയണം. അല്ല കാപ്പ് കുടിക്കാനോ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യം ഇവ പറഞ്ഞു കൊടുക്കണം. നിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ പറയുള്ളൂ. സാത്താൻ എപ്പോഴും ആക്ട് 11:10 സാത്താൻ ഇല്ലെന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ്? പാപം ചെയ്യുന്നവരാണ് സാത്താൻ ഇല്ലെന്ന് പറയുന്നത്. കാരണം പിശാച് വന്നത് എവിടെ നിന്നാണ്? പാപത്തിൽ നിന്നാണ്. 1 യോഹന്നാൻ 3:4-10 ഇപ്പൊ നമ്മൾ നശിപ്പിക്കുന്ന 1 യോഹന്നാൻ 3:8 പ്രവർത്തിക്കുന്നു. ഇത് തന്നെ ഈശോ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ട് 10:38 വാക്യം നമ്മൾ ചെയ്യുന്നത് തന്നെ. ലോകം മുഴുവൻ പോകുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോ ഈ 2-3 പേരായിട്ട് പോകണം. അത് പോകുന്ന കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒറ്റ മനസ്സിലായിരിക്കണം. ചിലപ്പോൾ 4 പേരായിരിക്കും, ചിലപ്പോൾ 6 പേരായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾ ഇന്നാൾ ഒരു 18 പേര് അല്ലേ, 18 ഒറ്റ മനസ്സിലായിരുന്നു. കണ്ടോ, എന്ത് ഇതായിട്ട് കൊടുത്ത് മടങ്ങി വന്നില്ല. വേറെ ഒരു അവിടെ കയറി കയറി ഉടനെ അസ്വസ്ഥ ഉണ്ടാക്കിയാണ്. അതാണ് ഇപ്പൊ നമ്മൾ കേട്ട അസ്വസ്ഥ ആരാണ് അവർക്ക് ദുരിതം. അസ്വസ്ഥ ഉണ്ടാക്കാൻ വരും ധാരാളം പേര്. അടുക്കളയിൽ കൂടി ഞാൻ പറഞ്ഞല്ലേ തവള കയറും, പിന്നെ പുറപ്പാട് ഇത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ജോലിക്കാർ പറയായിരുന്നു, ജോലിക്കാരുടെ പുറകിൽ കൂടി അടുക്കളയിൽ കയറി പെണ്ണിരുന്ന് അത് എന്നെപ്പറ്റിയാണ് വേറെ പറയുന്നത്. അതിനെപ്പറ്റിയാണെന്ന് അതിനറിയാമോ? അത് തവളയായതുകൊണ്ടാണ്. തവളെന്ന് അറിയാൻ സാധിക്കും. ചുറ്റിക്കറങ്ങി അവിടെ വന്നിരിക്കും. ഇതുപോലെ ധനികന്റെ വീട്ടിലും കയറും തവള, രാജാക്കന്മാരുടെ വീട്ടില്. അതാണ് സങ്കീർത്തനം 130 വാക്യത്തില് കണ്ടോ. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു, അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോയി. മണിയറകളില് കണ്ടോ. അവരുടെ ഏറ്റവും പ്രധാന സ്ഥലമാണ് ഈ മണിയറ. ആരെയും വെച്ചില്ല. അവിടെ കൂടി തവള കയറും.
അവിടെ എന്ന് പറഞ്ഞാൽ ഈ വ്യാജപ്രവാചകന്മാരെ സെയിം സ്പിരിറ്റ്. അത് ഇന്നലെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നര ഒരു 5-6 പേര് വിളിച്ചതെല്ലാം രാവിലെ ഓരോ സ്ഥലത്തുനിന്ന് ഫോൺ വന്നത് ശരിക്കും എല്ലാം വലിയ ധനികരായിട്ടുള്ള ഫാമിലീസ് നിന്ന് ഫോൺ പറഞ്ഞു പ്രാർത്ഥിക്കുക. അപ്പോ ഒരു ഫാമിലിയിൽ നിന്ന് വന്നപ്പോ ഞാൻ ആ പലരും എന്താ വായന തന്നോ എടുക്കാൻ പറഞ്ഞു. ഉടനെ വായന തന്നു. ഒന്ന് പ്രഭാഷകൻ 6 വാക്യമാണ് ഈ സ്പെയിൻസിട്ട് കൊടുത്തത്. ഒന്ന് പ്രഭാഷകൻ 11 1 തൊട്ട് 4 വരെ വേണം. മറ്റൊന്ന് സുഭാഷിതങ്ങൾ 6 1 തൊട്ട് 4 വരെ വേണം. ആദ്യം എടുത്ത് വെച്ച് വായിച്ചാല് ഒന്ന് വായിച്ചിട്ട് ആ പ്രഭാഷകൻ 6 മാധുരമൊഴി സ്നേഹിതന്മാരാക്കി. കാരണം ഈ മനുഷ്യൻ അവിടെ പോയി ഒറ്റയ്ക്ക് പോയി അവരെ കൗൺസിൽ ചെയ്ത് അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പിടിച്ചെടുക്കുകയാണ്, സകല രഹസ്യങ്ങളും. എന്നിട്ട് അവൻ അവിടെ നിന്ന് മധുരമൊഴി സ്നേഹിതന്മാര്, അപ്പൊ നല്ല മധുരമായിട്ടാണ് സംസാരിച്ചിട്ടുണ്ട് ഇവരെ കയ്യിലാക്കാൻ. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ആ സൗഹൃദം, ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് കണ്ടോ, 1000 അതായത് അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ള പ്രേമിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ കൈകാര്യം വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ പിന്നത്തെ ഓം വായിക്കില്ല. പിന്നത്തെ വായിച്ച ഇവിടെ പറഞ്ഞുള്ളവര് പരീക്ഷിച്ചറിഞ്ഞ് ഇപ്പൊ മനസ്സിലായി. അവൾ പരീക്ഷിച്ചറിഞ്ഞ കേട്ടോ വേഗം അവന് അത് കൊടുക്കില്ല. പ്രോത്സാഹനം തന്നെ. ഇങ്ങനെയാണ് സംസ്ഥാന സംഘടനകൾ കൊടുക്കുന്നത്. മറ്റത് കൊടുത്താലോ അവനെ പറ്റി നമുക്ക് എടാ ഇവരെ തന്നെ പരീക്ഷിച്ചറിഞ്ഞ് ഇങ്ങനെയാണ്. ഇത് നമുക്ക് എന്തോട്ടാ ദേശീയ ചാനൽ തരുന്നോണ്ടാണ് ഇതെല്ലാം അറിയുന്നത്. അത് യഥാർത്ഥത്തിൽ അവൻ കൊടുക്കുന്ന വചനവുമാണ് കേട്ടോ. ഇതുകൊണ്ടാണ് സാത്താൻ വചനം ധാരാളം ഉപയോഗിക്കുന്ന ഒരുപാട് 12 15 ഭംഗിയുള്ള വചനം. ജ്ഞാനം ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 1 കൊടുങ്ങ് 12 10 ആത്മാക്കള് ഉപയോഗിക്കാനുള്ള വിവേചന വരം വേണം കണ്ടോ എല്ലാത്തിനും. പിന്നത്തെ വായിച്ചു പ്രഭാഷണം പറഞ്ഞിട്ട് 1 തൊട്ട് 4 ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി. ഇവരുടെ വീട്ടിൽ കയറി ഇരിക്കണമെങ്കിൽ ഇവന് ജ്ഞാനം കിട്ടിയെന്ന് വരുത്താൻ വേണ്ടിയാണ് ജ്ഞാനം. എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്നു. പിന്നെ അഴകിനെ, കാരണം ഇവൻ അവിടെ കയറി അവർ ഇരുത്തുകയാണ്. അപ്പൊ അവൻ അഴകില്ല ലോകത്തിന്റെ അളവ്. അതിന് അമിതവിനെ കൽപ്പിക്കരുത്. അവർ ചൂണ്ടിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ അഴകില്ലെന്ന് ഓർത്ത് അവഹേളിക്കരുത്. അതായത് ഇതൊക്കെ വേണമെങ്കിൽ കല്യാണമൊക്കെ വേണമെങ്കിൽ ആലായിരിക്കും പെട്ടെന്ന് ഇത് പറഞ്ഞു നോക്കി കേക്ക് വേണം കണ്ടോ. പറക്കുന്ന ജീവൻ ജീവിച്ച എത്ര ചെറു കണ്ടോ. അവൻ ഉത്പാദിപ്പിക്കുന്നത് മാധുര്യവും അതിശക്തി. അവരെ അത് കറക്കിയെടുക്കണേന്ന്. പിന്നത്തെ വേണം വായിക്കല. രണ്ടെണ്ണം എടുത്തിട്ട് 2 തൊട്ട് 10 വല്ലതാണെന്ന് വായിക്കണ്ട ഒരുപാട്. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്, നിക്കോളാവോസ് പക്ഷക്കാരന്റെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന്റെ സർവീസായുള്ള ജീവവൃക്ഷത്തിൽ നിന്ന്
ഭക്ഷിക്കാൻ കന്യായിലെ സഭയുടെ ദൂതനയക്കുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദൻ അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സ്നേഹവുമായി വർദ്ധിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ ഭരിക്കാനിരിക്കുന്നവരെ ഭയപ്പെടരുത്. നിങ്ങൾ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശുദ്ധനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഈ തിരുവചനം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അവസാനം വരെ. കാരണം അനേക സ്ഥലത്ത് എല്ലാം പോണത് ഇതുകൊണ്ടാണ്. ആദ്യം ഉണ്ടായ സ്നേഹവും ആ വിശ്വാസവും പിന്നെ കാണിയില്ല. കുറെ കഴിയുമ്പോൾ പിന്നെ അതിന് വില വെക്കുക. വില കുറെ കഴിയുമ്പോൾ ഈശ്വരത്തിന് അവർക്ക് വിലയില്ലാതെ വരും. കാരണം കൽപ്പനകൾ തകർന്നു പോകും. കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ദൈവസ്നേഹം കൂടുന്നത്. 1 യോഹന്നാൻ 5 അവ 1 തൊട്ട് 5 വാരത്തില് അത് ആദ്യമുണ്ടായ സ്നേഹം അവസാനം വരെ നിലനിർത്തണം. ഇതുകൊണ്ടാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ ഇവാഞ്ചലിസ്റ്റ് പോകുമ്പോൾ നമുക്ക് സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതൽ കൗൺസിലേഴ്സൊക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പലരെയും നിങ്ങളിൽ കൂടി ഇതിനെ ജനിപ്പിക്കണം. പാനം കൊടുത്ത് അത് അറിയാൻ സാധിക്കും എങ്ങനെയാണ് അവർ വരുന്നതെന്ന്. ആ ദൈവം കൊണ്ടുവന്നോളൂ, നമ്മൾ അറിയണ്ട. ഈശോയ്ക്ക് ആവശ്യമുള്ളവരെ ഓരോ സ്ഥലത്ത് ദൈവം കൊണ്ടുവന്നോളൂ.